കേരളത്തിൻ്റെ 67 വർഷത്തെ ചരിത്രത്തിൽ അഭൂതപൂർവമായ ഒരു സാഹചര്യമാണ് ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്നത്. അത് മറ്റൊന്നുമല്ല, രണ്ട് ഭരണ സംവിധാനങ്ങൾ തമ്മിലുള്ള മുൻപൊരിക്കലും ഉണ്ടായിട്ടില്ലാത്ത വിധമുള്ള ഏറ്റുമുട്ടലുകളാണ്. ഒന്ന്, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ ഭരണഘടനാപരമായ അവകാശമുള്ള സംസ്ഥാനത്തിൻ്റെ ഭരണാധികാരി എന്ന് വിവക്ഷിക്കപ്പെടുന്ന ഗവർണറും, മറ്റൊരു ഭാഗത്ത് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിസഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രിയും ആണ് പരസ്പരം ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു പക്ഷേ ഇന്ത്യയിൽ തന്നെ അഭൂതപൂർവം എന്ന് വിശേഷിപ്പിക്കുന്നതിൽ തെറ്റില്ല. ഒരു 3-4 സംസ്ഥാനങ്ങളിൽ ഇതുപോലെയുള്ള ചില അപസ്വരങ്ങൾ ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിലുണ്ട് എന്ന കാര്യവും നാം കാണേണ്ടതായിട്ടുണ്ട്. തമിഴ്നാട്, ബംഗാൾ, പഞ്ചാബ്, നേരത്തെ ഉണ്ടായിരുന്ന ഒരു സംസ്ഥാനം അല്ലെങ്കിൽ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ചന്ദ്രശേഖർ റാവു പ്രതിനിധാനം ചെയ്ത തെലങ്കാന, ഇവിടെയൊക്കെ അല്പസ്വല്പമൊക്കെ ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിൽ ചില വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ കേരളത്തെ പോലെ ഇത്രയും ഗുരുതരമായ അവസ്ഥയിലേക്ക് അത് കൂപ്പുകുത്തിയത് മുൻപൊരിക്കലും ഉണ്ടായിട്ടില്ലാത്ത അവസ്ഥയിലാണ്. അവരവർ ഇരിക്കുന്ന സ്ഥാനത്തെ പോലും വിസ്മരിച്ചുകൊണ്ട് തീരെ അപക്വമായ രീതിയിൽ, വളരെ ബാലിശമായ രീതിയിൽ രണ്ട് ഉന്നത സ്ഥാനീയർ പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ യഥാർത്ഥത്തിൽ അവർ മാത്രമല്ല അപമാനിതരാകുന്നത്, സംസ്ഥാനമാകെ അപമാനിതരാകുകയാണ്. എന്താണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഏറ്റവും ഒടുവിൽ ഉണ്ടായ അനുഭവം എന്നതുകൂടി ഈ സമയത്ത് ഓർക്കുന്നത് നന്നായിരിക്കും. മുൻകാല അനുഭവങ്ങൾ ദീർഘകാലങ്ങളായിട്ടുള്ളതൊന്നും ഇപ്പോൾ വിസ്തരിക്കാൻ സമയമെടുക്കുന്നില്ല. ഏറ്റവും ഒടുവിൽ ഇത് വളരെ പ്രകടമായി സംഭവിച്ചത് 3 ദിവസങ്ങൾക്ക് മുൻപ് നടന്ന 2 പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞാ വേളയിലാണ്. ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങ് എന്ന് പറയുന്നത് ഒരു നല്ല അളവ് വരെ വളരെ മാന്യമായി, അന്തസ്സോടുകൂടി, വളരെ ചിട്ടയോടുകൂടി നടക്കേണ്ടതായിട്ടുള്ള ഒരു നടപടിക്രമമാണ്, ഒരു നടപടിയാണ്. ഒരു ഫെഡറൽ സംവിധാനത്തിൽ പുതിയ സംസ്ഥാന മന്ത്രിമാർ ചുമതലയേൽക്കുന്നത് ഗവർണർ സത്യവാചകം ചൊല്ലിക്കൊടുത്ത് മുഖ്യമന്ത്രിയുടെയും മറ്റ് മന്ത്രിമാരുടെയും ഗവൺമെൻറ്റിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെയും സാന്നിധ്യത്തിലാണ്. അവിടെ സ്വാഭാവികമായി ഈ എല്ലാ ഉന്നത ഉദ്യോഗസ്ഥന്മാരും തമ്മിൽ പരസ്പരം സൗഹൃദത്തിലും പരസ്പര ധാരണയിലും പരസ്പര ബഹുമാനത്തിലുമാണ് കാര്യങ്ങൾ നടന്നു പോകുന്നത്. അങ്ങനെയാണ് നടക്കേണ്ടത്. എന്നാൽ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഒരുപക്ഷെ കേരളത്തിൻ്റെ രാജ്ഭവൻ്റെ ചരിത്രത്തിൽ ഇത്രയും വളരെ വളരെ വികൃതമായി എന്ന് തന്നെ പറയാവുന്ന തരത്തിൽ നടന്നതായ ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങ് വേറെ ഇല്ലെന്ന് തന്നെ വേണം കരുതാൻ. മുഖ്യമന്ത്രിയും ഗവർണറും ഒരേ വേദിയിലിരുന്ന് പരസ്പരം കുശലം പറഞ്ഞും സൗഹൃദം പുതുക്കിയും ഒക്കെ നടക്കേണ്ടതായ ഒരു ചടങ്ങിൽ ഇവർ രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കാതെ പുറംതിരിഞ്ഞ് ഈ ചടങ്ങിൽ പങ്കെടുത്തു എന്ന് പറയുന്നത് എല്ലാവർക്കും അപമാനമുണ്ടാക്കിയതാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഓരോ മലയാളിയും ഈ കാര്യത്തിൽ അപമാനിതരാകപ്പെട്ടിരിക്കുകയാണ്. വളരെ പരിഷ്കൃത സമൂഹം, സാക്ഷരതയുള്ള സമൂഹം, സംസ്കാരമുള്ള സമൂഹം എന്നൊക്കെ വിശേഷിക്കപ്പെടുന്ന കേരളത്തെ പോലെ ഒരു സംസ്ഥാനത്ത് ഇത് നടന്നത് എല്ലാവരെയും വളരെയേറെ ദുഃഖിപ്പിച്ചു എന്ന് തന്നെ വേണം പറയാൻ. ഇത് ഇന്നും ഇന്നലെയും സംഭവിച്ചതല്ല. അതിൻ്റെ പശ്ചാത്തലം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കുറേ നാളുകളായി ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിൽ ആശയവിനിമയം ഇല്ലാതെയായി. കേരള നിയമസഭയിൽ പാസാക്കിയ ചില ബില്ലുകൾ യഥാസമയം ഗവർണർ കയ്യൊപ്പ് വെച്ച് നൽകിയില്ല എന്ന ആക്ഷേപം ഉണ്ടായി. അതിൻ്റെയൊക്കെ ഫലമായി ഇവർ തമ്മിലുള്ള ബന്ധം
വളരെ മോശമായിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നത്. ഗവർണറെ പല സ്ഥാനങ്ങളിൽ നിന്നും, പ്രത്യേകിച്ച് സർവകലാശാലകളുടെ ചാൻസലർ സ്ഥാനത്തു നിന്നുമൊക്കെ മാറ്റുന്നതിനായിട്ടുള്ള നിയമങ്ങൾ നിയമസഭ പാസാക്കിയപ്പോൾ സ്വാഭാവികമായി അതിൽ ഇഷ്ടമില്ലാത്ത ചാൻസലർ പദവി വഹിക്കുന്ന ഗവർണർ അത് അംഗീകരിച്ചു കൊടുത്തില്ല. അങ്ങനെ ഇതിന് രാഷ്ട്രീയമായ ചില കാരണങ്ങൾ കൂടിയുണ്ട്. ആ കാരണങ്ങളുടെ ഒരു പരിസരത്ത് നിന്നുകൊണ്ടാണ് ഏറ്റവും ഒടുവിൽ ഭരണകക്ഷിയായ CPMന്റെ പോഷക സംഘടന എന്ന് തന്നെ വിശേഷിപ്പിക്കപ്പെടുന്ന DYFIയും SFIയും ഗവർണറെ തെരുവിൽ നേരിടാനായിട്ടുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത്. അത് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാവുന്നതല്ല. ഭരണഘടനാപരമായി, സാങ്കേതികമായി അദ്ദേഹം സംസ്ഥാനത്തിൻ്റെ ഭരണ തലവനാണ്. അദ്ദേഹത്തെ ആദരിക്കേണ്ടത് വാക്കുകൊണ്ടും പ്രവർത്തിക്കൊണ്ടും ഓരോ പൗരൻ്റെയും ഉത്തരവാദിത്തമാണ്. എന്നാൽ ഇവിടെ ഏറ്റവും ഒടുവിൽ ഗവർണർ സഞ്ചരിക്കുന്ന പാതയിൽ ഈ വിദ്യാർത്ഥി സംഘടനകൾ അവരുടെ അണികളെ അഴിച്ചുവിട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വാഹനത്തിൽ ഇടിക്കാനും കരിങ്കൊടിയുമായി അദ്ദേഹത്തിൻ്റെ വാഹനത്തിൻ്റെ മുൻപിൽ എടുത്തു ചാടാനുമൊക്കെ ആരംഭിച്ചപ്പോൾ ഗവർണർ അസ്വസ്ഥനായി. അദ്ദേഹത്തെ വളരെ ഹീനമായ ഭാഷയിൽ ഈ വിദ്യാർത്ഥി സംഘടനാ നേതാക്കളും അതിനേക്കാൾ ഉപരിയായി വളരെ വിവേകവും പക്വതയും ഉണ്ട് എന്ന് കരുതുന്നതായിട്ടുള്ള പാർട്ടി നേതാക്കന്മാരും ആക്രമിക്കാൻ തുടങ്ങി. അങ്ങനെ ഈ ബന്ധം വളരെ വഷളായിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നത് എന്നതുകൊണ്ട് നാം ചേർത്ത് വായിക്കുമ്പോൾ ഇതിൻ്റെ പരിസരത്തെക്കുറിച്ച് കൂടുതൽ നമുക്ക് ബോധ്യമാകും. ഇപ്പോൾ ഗവർണർക്ക് ഏറ്റവും ഒടുവിൽ ഗവർണർക്കെതിരായി സർക്കാർ ഔപചാരികമായി തന്നെ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. അതും കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത ഒരു നീക്കമാണ്. ഗവർണർ ബില്ലുകൾ ഒപ്പിടുന്നതിനെ സംബന്ധിച്ച് മാർഗനിർദ്ദേശങ്ങൾ വ്യക്തമായി ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഗവർണർ ആവശ്യപ്പെട്ട പല അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും, പ്രത്യേകിച്ച് അദ്ദേഹത്തെ ആക്രമിക്കാൻ വിദ്യാർത്ഥി നേതാക്കൾ ശ്രമിച്ചതിനെ സംബന്ധിച്ച് എന്ത് നടപടികളെടുത്തു, അതുപോലെ തന്നെ അദ്ദേഹം ഔദ്യോഗിക തലത്തിൽ ആവശ്യപ്പെട്ടതായിട്ടുള്ള മറ്റ് ചില വിവരങ്ങൾ, ഇതൊന്നും വ്യക്തമായി പ്രതികരിക്കാതെ ഗവർണർക്ക് കൂച്ചുവിലങ്ങിടങ്ങ ഇടാനുള്ള ഒരു നീക്കമാണ് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഗവർണർ ആ കാര്യത്തിൽ കൂടുതൽ അസ്വസ്ഥനാണ്. ഇത് ഒരു മുഖ്യമന്ത്രിക്കും ഒരു ഗവർണർക്കും ചേർന്നതല്ല. ഇതിൻ്റെ ദുരന്തങ്ങൾ അനുഭവിക്കുന്നത് സംസ്ഥാനമാണ് എന്നതും നാം കാണേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും ജിജ്ഞാസയോടുകൂടെ ഇനിയും കാത്തിരിക്കുന്നത് ഈ സംഘർഷത്തിൻ്റെ മൂർധന്യത്തിലേക്ക് ഒരുപക്ഷെ പോകും എന്ന് മാധ്യമങ്ങളും പൊതുസമൂഹവും പ്രതീക്ഷിക്കുന്നത് വരാൻ പോകുന്ന നിയമസഭാ സമ്മേളനത്തിൽ ഗവർണർ ഭരണഘടനാപരമായി നടത്തേണ്ടതായ നയപ്രഖ്യാപന പ്രസംഗത്തെ സംബന്ധിച്ചാണ്. ഒരു പുതിയ വർഷം ആരംഭിക്കുമ്പോൾ ചേരുന്നതായ നിയമസഭാ സമ്മേളനത്തിൽ നയപ്രഖ്യാപന പ്രസംഗം ഗവർണർ നടത്തണം എന്നുള്ളത് ഭരണഘടനാപരമായ വ്യവസ്ഥയാണ്. ആ കാര്യത്തിൽ ഗവർണർ എന്ത് നിലപാട് സ്വീകരിക്കാൻ പോകുന്നു എന്നുള്ളതാണ് വളരെയേറെ ആകാംക്ഷയോടുകൂടെ കേരളത്തിലെ പൊതുസമൂഹവും രാഷ്ട്രീയ കക്ഷികളും നേതാക്കന്മാരും സർക്കാർ ഉദ്യോഗസ്ഥരും, എന്തിനു പറയട്ടെ മന്ത്രിസഭയും കാത്തിരിക്കുന്നത്. ഒന്ന് രണ്ട് മുൻ സന്ദർഭങ്ങളിൽ ഗവർണർ ഇക്കാര്യത്തിൽ അവസാന നിമിഷം വരെയും മന്ത്രിസഭയെ മുൾമുനയിൽ നിർത്തിയതായിട്ടുള്ള അവസരമുണ്ട്. അദ്ദേഹം നയപ്രഖ്യാപന പ്രസംഗം പൂർണ്ണമായി വായിക്കുമോ, അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്തതായിട്ടുള്ള ഏതെങ്കിലും ഭാഗം ഒഴിവാക്കി വായിക്കുമോ എന്നൊക്കെ സംശയങ്ങളുണ്ടായി. ചില സന്ദർഭങ്ങളിലൊക്കെ അങ്ങനെ സംഭവിച്ചിട്ടുമുണ്ട്. എന്നാൽ ഇപ്പോൾ സംഘർഷം അത്യന്തം മൂർച്ഛിച്ചിരിക്കുന്ന ഘട്ടത്തിൽ
അദ്ദേഹം ഈ നയപ്രഖ്യാപന പ്രസംഗത്തോട് എന്ത് സമീപനമാണ് സ്വീകരിക്കാൻ പോകുന്നത് എന്നുള്ളത് നല്ല ഒരളവ് വരെ ആകാംക്ഷയോടുകൂടിയാണ് ഗവൺമെൻറ് കാത്തിരിക്കുന്നത്, മാധ്യമങ്ങളും പൊതുസമൂഹവും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ഒരു ദുരവസ്ഥ തുടരാൻ അനുവദിക്കാൻ പാടില്ല. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പോലും തമിഴ്നാട്ടിലെ ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള അഭിപ്രായ ഭിന്നത തീർക്കാൻ നടത്തിയ കൗതുകകരമായ ഒരു നിരീക്ഷണമുണ്ട്. ഒരു ചായ കുടിച്ചുകൊണ്ട് പരസ്പരം ചർച്ച ചെയ്ത് തീർക്കാവുന്ന പ്രശ്നങ്ങളല്ലേ ഉള്ളൂ എന്ന് ഉന്നത നീതിപീഠം ചോദിച്ചത് ഇന്ത്യ മുഴുവൻ കേട്ടതാണ്. ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വാർത്തയനുസരിച്ച് ബഹുമാന്യനായ തമിഴ്നാട് ഗവർണർ തമിഴ്നാട് മുഖ്യമന്ത്രിയെ ചായയ്ക്ക് ക്ഷണിച്ചിരിക്കുകയാണ്. ചായ ചർച്ചയിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും എന്ന് വേണം പ്രതീക്ഷിക്കാൻ. എന്നാൽ ആ ഒരു നിലയിലേക്ക് കേരളത്തിലെ ബന്ധം വളർന്നിട്ടില്ല. എന്തായാലും വളരെ ബാലിശമായ രീതിയിൽ ഇത്രയും പക്വതയുള്ള രാഷ്ട്രീയ ഭരണകർത്താക്കൾ പ്രവർത്തിക്കുന്നത് ഒട്ടും പൊറുക്കാവുന്നതല്ല. ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് പക്വതയും വിവേകവും അതുപോലെ തന്നെയുള്ള പരസ്പര ബഹുമാനവുമാണ്. ഇതിനെ ചില മാധ്യമങ്ങളൊക്കെ വിശേഷിപ്പിക്കുന്നത് മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിലുള്ള ഈഗോ ക്ലാഷ് എന്നാണ്. ഒരു പരിധിവരെ അത് ശരിയാണ് എന്ന് സമ്മതിക്കേണ്ടി വരും. എന്നാൽ അത് മാത്രമല്ല ഇതിൻ്റെ പുറകിലുള്ള കാരണങ്ങൾ. വിദ്യാർത്ഥി സംഘടനകളെയും യുവജന സംഘടനകളെയും രഹസ്യമായി പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഒരു ഭരണകൂടം സംസ്ഥാനത്തിൻ്റെ ഭരണത്തലവനെതിരായി തെരുവിലിറങ്ങുന്നത് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ സാധ്യമല്ല. ആ വിവേകം ഭരണകർത്താക്കൾ കാണിക്കണം. രാഷ്ട്രീയ നേതാക്കന്മാർ ഉപയോഗിക്കുന്ന ഭാഷയിൽ നിയന്ത്രണം ഉണ്ടാകണം. ഗവർണർ വ്യക്തി എന്നതിലുപരിയായി ആ സ്ഥാനത്തെ ആദരിക്കുവാനുള്ള പക്വതയും വിവേകവും സംസ്കാരവും രാഷ്ട്രീയ നേതാക്കന്മാർ കാണിക്കണം. അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട ഗവർണറും സംസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ ക്രിയാത്മകമായ ഒരു സമീപനം സ്വീകരിക്കണം. അഭിപ്രായ വ്യത്യാസങ്ങൾ പരസ്പരം ചർച്ച ചെയ്ത് പരിഹരിക്കാനായി ശ്രമിക്കുകയും ആ തരത്തിൽ കേരളത്തിൻ്റെ മൊത്തത്തിലുള്ള വികസനത്തിനായി രണ്ടുപേരും കൈകോടി കൈകോർത്ത് പ്രവർത്തിക്കുകയും ചെയ്യുക എന്നതാണ് കാലഘട്ടത്തിൻ്റെ ആവശ്യം. അതാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഈ മാസം ഒടുവിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പോടുകൂടി, നിയമസഭാ സമ്മേളനത്തോടുകൂടി പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും എന്ന് പ്രതീക്ഷിക്കാം. എന്നാൽ അപ്പോഴും അതിനുള്ള വ്യക്തമായ സൂചനകൾ ലഭിക്കുന്നില്ല. വരും ദിവസങ്ങളിൽ അത് ഉണ്ടാകും എന്ന് തന്നെയാണ് പൊതുസമൂഹം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്.